നിന്നിലേക്ക് ഭാഗം 76. ക്ലോക്കിൽ 10 മണിയെന്ന് കണ്ടതും വിശ്വസിക്കാൻ കഴിയാതെ ശിവ സംശയത്തോടെ വീണ്ടും അങ്ങോട്ട് തന്നെ സൂക്ഷിച്ചു നോക്കി. ഇത്രയൊക്കെ സമയായോ? അവൻ പെട്ടെന്ന് നിലത്തു നിന്നും അവൻ്റെ ഇന്നറും മുണ്ടും എടുത്തുടുത്ത് വാർഡ്രോബ് തുറന്ന് അവൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എടുത്ത് അവളുടെ അടുത്തായി വന്നിരുന്നു. ശ്രീ, കണ്ണു തുറന്നേ പൊന്ന. അവൻ അവളെ തട്ടി വിളിച്ചു. മിത്ര പതിയെ കണ്ണുകൾ തുറന്നു. ക്ഷീണം കാരണം അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി. ശിവ പതിയെ അവളെ ഒന്ന് ഉയർത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി. ദത്തേട്ടാ, തലവേദനിക്കുന്നു, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നല്ലോണം പനിക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ, അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അങ്ങനെ തന്നെ ഇരുന്നു പോയി. ശിവ അവളെ ഒന്ന് നിവർത്തി ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുത്തി. പതിയെ അവൾക്ക് വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്ത് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. മഴ നനഞ്ഞതുകൊണ്ടായിരിക്കും ശ്രീ, ശിവ സങ്കടത്തോടെ പറഞ്ഞു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാരല്ല, മാറിക്കോളും. ഞാൻ കിടന്നോട്ടെ ദത്തേട്ടാ, അവൾ ക്ഷീണത്തോടെ ചോദിച്ചു. ശിവ അവളെ ബെഡിലേക്ക് കിടത്തി അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്ത് ഒരു തുണി നനച്ചു കൊണ്ടുവന്ന് അവളുടെ നെറ്റിയിൽ ഇട്ടുകൊടുത്തു. തളർന്ന മിഴികൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി. ആകുലതയോടെ അവളെ നോക്കുന്നുണ്ട് ശിവ. സാരല്ല ദത്തേട്ടാ, അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൾ പറഞ്ഞു. ശിവ അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. സോറി, അവൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഞാനിപ്പോൾ വരാട്ടോ, നീ ഉറങ്ങിക്കോ, അവൻ പറഞ്ഞു. തലവേദനിച്ചിട്ട് ഉറക്കം വരുന്നില്ല ദത്തേട്ടാ. അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൻ്റെ മുഖം മങ്ങി. ഇല്ല, ഇപ്പം മാറും, ഞാനിപ്പോൾ വരാം. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്ത് വാർഡ്രോബ് തുറന്ന് ഒരു ഷർട്ടും എടുത്തിട്ട് ഡോറ് തുറന്ന് താഴേക്ക് പോയി. ശിവ താഴേക്ക് ഇറങ്ങി വരുന്ന അതേ സമയത്താണ് സാഗറും പുറത്തുനിന്നും അകത്തേക്ക് കയറി വരുന്നത്. ശിവയെ കണ്ടതും അയാൾ അവനെ സംശയത്തോടെ നോക്കി. നീ എഴുന്നേറ്റതേ ഉള്ളോടാ? അയാൾ ചോദിച്ചു. അതേ പപ്പ, അവൻ പറഞ്ഞു. ഇന്നെന്താ വൈകിയത്? നീ എഴുന്നേറ്റ് വരാത്തതുകൊണ്ട് ഞാൻ റെഡിയായി ഒന്ന് ഓഫീസിൽ പോയി. ഒരു ഫയൽ എടുക്കാനുണ്ടായിരുന്നു, അതെടുത്ത് ദേ അത് കഴിഞ്ഞു വരുവാ, സാഗർ പറഞ്ഞു. ശിവ മൂളിക്കൊണ്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് നടക്കാൻ ഒരുങ്ങി. നീ ഇതെങ്ങോട്ടാ ശിവ? നിനക്കിത് എന്തോ പറ്റി? മുഖം എന്താ വല്ലാതെ? കൊച്ചെന്തിയടാ? സാഗർ ചോദിച്ചു. ശിവ അയാളെ തിരിഞ്ഞു നോക്കി. അത് പപ്പ, അവൾക്ക് പനിക്കുക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിനു മുന്നേ അവൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണം, ശിവ പറഞ്ഞു. സാഗർ അവനെ അമ്പരന്ന് നോക്കി. കൊച്ചിന് പനിക്കുന്നോ? അതിനിപ്പോൾ എന്നാ പറ്റിയത് പെട്ടെന്ന്? ഇന്നലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, സാഗർ ചോദിച്ചു. ആർക്കാ പനി? ആരുടെ കാര്യച്ചായ? അതേ സമയം തന്നെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്ന പാർവതി സാഗറിനോട് ചോദിച്ചു. അവർക്കൊപ്പം തന്നെ ഐശുവും ഉണ്ടായിരുന്നു. മിത്രയ്ക്ക് കൊച്ചിന് പനിക്കുന്നൂന്ന്. നീ ആ പീതാംബരനെ ഒന്ന് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ. അയാളുടെ ക്ലിനിക്ക് തുറക്കാനാവുന്നേ ഉള്ളൂ, ഇപ്പം വിളിച്ച് ഇങ്ങോട്ട് വന്നോളും, സാഗർ പറഞ്ഞു. ശിവ അയാളെ നന്ദിയോടെ നോക്കി. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെടാ, അയാൾ വന്ന് നോക്കട്ടെ, ഇവിടെ ഐശുവിനൊക്കെ നോക്കുന്ന ഡോക്ടറല്ലേ, അയാൾ ശിവയുടെ മുഖം കണ്ട് അവനെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. പാറു ആ സമയം കൊണ്ട് തന്നെ പീതാംബരനെ വിളിച്ചു വരാൻ പറഞ്ഞു. അതല്ല പപ്പ, ഒട്ടും വയ്യാതെ കിടക്കും അവള്, അത് കണ്ടിട്ട് എനിക്ക്, ശിവ ഇടർച്ചയോടെ പറഞ്ഞു. പാർവതിയും സാഗറും അവനെ അലിവോടെ നോക്കി. ഒരു ചെറിയ പനിയല്ലേ, അതൊരു ഇഞ്ചക്ഷൻ എടുത്താൽ മാറിക്കോളും, നീ ടെൻഷനാകണ്ട, അയാൾ അവനെ ആശ്വസിപ്പിച്ചു. ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരാട്ടാ, പാവം ഇവിടുത്തെ ക്ലൈമറ്റ് പറ്റുന്നില്ലാവോ അവൾക്ക്, അതും പറഞ്ഞുകൊണ്ട് ഐശു മുകളിലേക്ക് നടന്നു. ഞാനുണ്ട് ഐശു, എൻ്റെ കുട്ടിക്ക് എന്താണാവോ പറ്റിയത് പെട്ടെന്ന്, ആകുലതയോടെ പറഞ്ഞുകൊണ്ട് പാർവതിയും മുകളിലേക്ക് പോയി. ശിവ വാ, ഒരു കുഞ്ഞു പനി വന്നതിനാണോടാ നീ ഇങ്ങനെ, സാഗർ അവൻ്റെ മുഖം കണ്ട് അവനെ കളിയാക്കി. അവൻ അയാളെ സങ്കടത്തോടെ നോക്കി. പേടിയാ പപ്പ, ഏഞ്ചൽ പോയ ശേഷം എനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വെയ്യാന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാ ഉള്ളില്. അതാ അന്ന് മിതു അമ്മയ്ക്ക് വെയ്യാന്ന് കള്ളം പറഞ്ഞപ്പോൾ എല്ലാം മറന്ന് ഞാൻ ഓടി വന്നതുപോലും. അവൻ്റെ സ്വരം താഴ്ന്നു. അവൻ്റെ സംസാരം കേട്ട് സാഗറിൻ്റെ മുഖം മങ്ങിപ്പോയി. എങ്കിലും അവനെ വിഷമിപ്പിക്കാതെ അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ ശിവയുടെ റൂമിലേക്ക് നടന്നു. പീതാംബരൻ ഡോക്ടർ വന്ന് മിത്രയെ പരിശോധിക്കുകയാണ്. ശിവ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവരുടെ അടുത്ത് തന്നെ സാഗറും പാറുവും ഐശുവും ഉണ്ട്. ടെമ്പറേച്ചർ നോക്കി അയാൾ ഇഞ്ചക്ഷൻ കയ്യിലെടുത്തു.
അത് കണ്ട് ശിവയും മിത്രയും അയാളെ ഒന്ന് നോക്കി. ടെമ്പറേച്ചർ 100 നമുക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാം, ഡോക്ടർ പറഞ്ഞു. മിത്ര ചുണ്ടു പിളർത്തി ശിവയെ നോക്കി. സാരല്ല ശ്രീ, പനി മാറാൻ വേണ്ടിയല്ലേ, അവൻ അവളെ സമാധാനിപ്പിച്ചു. മിത്ര തലയാട്ടി. ഇടുപ്പിലാണ്, ഡോക്ടർ പറഞ്ഞു. സാഗർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ശിവ മിത്രയെ ബെഡിലേക്ക് കിടത്തി അവളെ അല്പം ഒന്ന് ചെരിച്ച് അവളുടെ സ്കേർട്ട് കുറച്ച് താഴേക്ക് വലിച്ചു. ആ, സൂചി ഇടുപ്പിലേക്ക് തുളഞ്ഞു കയറിയതും മിത്ര ശബ്ദമുണ്ടാക്കി. കഴിഞ്ഞു, അയാൾ പറഞ്ഞു. ഒരു കോട്ടൺ എടുത്ത് അവിടെ ഒന്ന് തിരുമ്മിക്കൊണ്ട് അയാൾ അയാളുടെ മെഡിക്കൽ സാധനങ്ങളെല്ലാം ബാഗിലേക്ക് വെച്ചു. ശിവ അവളുടെ ഡ്രസ്സ് നേരെ ഇട്ടുകൊടുത്തു. ഈ നേരം അത്രയും പാറുവും ഐഷുവും ശിവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ കാര്യത്തിൽ അവന് എത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന് വീണ്ടും അവർ മനസ്സിലാക്കുകയായിരുന്നു. സാഗർ അകത്തേക്ക് കയറി വന്നു. എന്തുവാ പീതാംബര, കൊച്ചിന് പെട്ടെന്നൊരു പനി? ഇന്നലെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നേ, സാഗർ പീതാംബരനോട് പറഞ്ഞു. ശിവ മിത്രയുടെ അടുത്തായി ഇരുന്ന് അവളുടെ തലമുടിയിൽ പതിയെ തഴുകുകയാണ് ആ സമയം. ക്ലൈമറ്റിൻ്റെ ആയിരിക്കും, മഴ നനഞ്ഞിരുന്നോ? ഡോക്ടർ ശിവയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ ശിവ നോക്കിയത് മിത്രയെയാണ്. എന്തു മറുപടി പറയണമെന്ന് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ മഴയൊന്നും നനഞ്ഞിട്ടില്ല, ഐഷുവാണ് അത് പറഞ്ഞത്. ഇല്ല, മഴ നനഞ്ഞിരുന്നു ഡോക്ടർ, ശിവ പെട്ടെന്ന് അത് തിരുത്തി പറഞ്ഞു. സാഗറും പാറുവും ഐഷുവും ശിവയെ സംശയത്തോടെ നോക്കി. മിത്ര ശിവയെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. എന്നാ അതുകൊണ്ട് തന്നെയാ, ഡോണ്ട് വറി, ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ തലവേദനയും പനിയും ഒക്കെ മാറിക്കോളും, ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ ഓക്കെ സാഗർ, ഞാൻ പോകുക. താൻ ഇപ്പൊ വിളിച്ചത് നന്നായി, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഈവനിങ്ങിലെ വരാൻ സാധിക്കുമായിരുന്നുള്ളൂ, അയാൾ പറഞ്ഞു. സാഗർ പുഞ്ചിരിയോടെ പീതാംബരന്റെ കയ്യിലേക്ക് കൈ ചേർത്തു. താങ്ക്സ് ഡോക്ടർ, ശിവയും അയാളെ നോക്കി പറഞ്ഞു. പീതാംബരൻ അവനെ നോക്കി നേർമയോടെ പുഞ്ചിരിച്ച് അവിടെ നിന്നും പോയി. സാഗറും പാറുവും ഐഷുവും മിത്രയുടെ അടുത്ത് വന്നിരുന്നു. മിത്ര അവരെ നോക്കി പുഞ്ചിരിച്ചു. ഉറങ്ങിക്കോ, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ കുറുമ്പിയായിട്ട് വരണം കേട്ടോ, ഐഷു അവളോട് ചിരിയോടെ പറഞ്ഞു. മിത്ര പുഞ്ചിരിച്ചു. പാറു അവളുടെ കയ്യിൽ തലോടിയിരിക്കുന്നുണ്ട്. അല്ലട ശിവ, ഇന്നലെ രാത്രിയല്ലേ മഴ പെയ്ത്, പിന്നെ നിങ്ങളെപ്പോ മഴ നനഞ്ഞെന്നാ? സാഗർ ശിവയോട് സംശയത്തോടെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ശിവയും മിത്രയും പതറി. അത് ഐഷു വ്യക്തമായി കാണുകയും ചെയ്തു. അത് പപ്പ, രാത്രി ടെറസിന്നാ ശ്രീക്ക് മഴ നനയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂടെ, ശിവ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ടെറസിൽ നിന്നോ? എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് രാത്രി വേറെ പണിയൊന്നുമില്ലേ? പാർവതി അല്പം ദേഷ്യത്തിൽ ചോദിച്ചു. അതമ്മ ആഗ്രഹം കൊണ്ടാ, മിത്ര ശിവയെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. ആഗ്രഹം? നല്ല ആഗ്രഹം തന്നെയായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ കിടക്കാനായി, സാഗർ അവളെ കളിയാക്കി. പപ്പ, മിത്ര മുഖം വീർപ്പിച്ചു. സാഗർ ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി. അതെ, എന്തിനാ രാത്രി മഴ നനഞ്ഞ്? ഭ്രാന്താണോ രണ്ടിനും? അതോ റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ആയിരുന്നോ? ഐഷു കള്ളച്ചിരിയോടെ ചോദിച്ചതും ശിവയുടെ കണ്ണു മിഴിഞ്ഞു. സാഗറിന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. ഡി, ശിവ കപട ദേഷ്യത്തോടെ അവളെ വിളിച്ചു. ദേട്ടാ, വെറുതെ കിടന്ന് ഉരുളണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാ ഇവളെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് കള്ളത്തരം പറയണ്ട. മഴ നനയുന്നു, രാവിലെ എഴുന്നേക്കാൻ വൈകുന്നു. ഐഷു ചുണ്ടുകോട്ടി. ശിവയുടെ മുഖം വിളറിപ്പോയി. മിത്ര ചമ്മലോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. ഐഷു, ഇങ്ങനെയൊക്കെയാണ് ഏട്ടനോട് പറയുന്നേ? അവരുടെ സംസാരം കേട്ട് ഉള്ളിലെ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് പാറു ചോദിച്ചു. അതാ അമ്മ, അങ്ങനെ ചോദിക്ക്, ഇവൾക്ക് വട്ടാ. ശിവ അവളെ കൂർപ്പിച്ചു നോക്കി. അതെ, എൻ്റെ കൊച്ചിന് വട്ടാ, അതാണല്ലോ അവളത് ചോദിച്ചപ്പോൾ പപ്പയുടെ പൊന്നുമോൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ. സാഗറും അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. പപ്പ. ശിവയുടെ ചുണ്ടിലും ഒരു ചിരി മിന്നി. നമ്മൾ പോവുന്നേ, കൊച്ചുറങ്ങിക്കോട്ടെ. വന്നേ ഐഷു, നീ രാവിലെ എന്നോട് പറഞ്ഞില്ലേ സ്റ്റെപ്പിലും ഹാളിലും മുഴുവൻ വെള്ളാന്ന്? ഇപ്പോഴതിൻ്റെ കാരണം മനസ്സിലായേ. മഴ നനഞ്ഞത് ടെറസിന്നല്ല, മുറ്റത്തുനിന്നാ, അല്ലയോ ശിവ? സാഗർ ശിവയെ ഇടങ്ങണ്ണിട്ട് നോക്കി. ശിവ അയാളെ ചമ്മലോടെ നോക്കി. ആണെങ്കിൽ കണക്കായിപ്പോയി, ശിവ കപട ദേഷ്യത്തിൽ പറഞ്ഞു. ഇച്ചായ, മോനെ കളിയാക്കാതെ. പാറു ബെഡിൽ നിന്നും എഴുന്നേറ്റ് അയാൾക്കടുത്തേക്ക് വന്നു. ഞാനൊന്നും പറയുന്നില്ല പാറു, എന്തായാലും പനി പിടിച്ചപ്പോൾ രണ്ടിനും സന്തോഷമായല്ലോ അല്ലേ? എടാ മോനെ, നീയും അവിടെ കിടന്നോ, പനിയും ഷെയർ വാങ്ങിക്കോ.
ശിവയെ നോക്കി ചിരിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് സാഗർ ഐശുവിനെയും ചേർത്ത് പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു. പാർവതി ശിവയെയും മിത്രയെയും നോക്കി. മോളെ നോക്ക് ശിവ, കഞ്ഞി ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളൂ, ഇനി അമ്മ കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ചുകൂടി കഞ്ഞി തരാം, മാറും കേട്ടോ. അവർ മിത്രയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ. മിത്രയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ തന്നെയാ, ഉറങ്ങിക്കോ. അവർ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞുകൊണ്ട് ശിവയെ ഒന്ന് നോക്കി ഡോറും ചാരി താഴേക്ക് നടന്നു. ശിവ മിത്രയുടെ അടുത്തേക്ക് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. മിത്ര ശാന്തമായി കണ്ണുകൾ അടച്ചു. ശിവ മിത്രയെ ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. അവനുണർന്നപ്പോഴേക്കും മിത്രയുടെ പനി പൂർണ്ണമായും വിട്ടിരുന്നു. ശിവ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് മുഖം കഴുകി തിരികെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. അകത്തേക്ക് വന്നോളൂ, അവൻ പറഞ്ഞു. ഡോറ് തുറന്ന് പാർവതി അകത്തേക്ക് വന്നു. അവരുടെ കയ്യിലൊരു പാത്രമുണ്ടായിരുന്നു. ആഹാ, അമ്മയായിരുന്നോ? എന്തിനിങ്ങനെ അനുവാദമൊക്കെ ചോദിക്കുന്ന അമ്മ? ഇങ്ങോട്ട് കയറി വന്നൂടെ? അവൻ മുഖം ടവല് കൊണ്ട് തുടച്ച് അവരോട് ചോദിച്ചു. അവർ മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ഇതെന്താ ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ? ട്രേയിലിരിക്കുന്ന ചോറും കറികളും കഞ്ഞിയും എല്ലാം കണ്ട് ശിവ സംശയത്തോടെ ചോദിച്ചു. കഞ്ഞി മോൾക്കാ, നിനക്ക് ചോറും. രാവിലെ തൊട്ട് നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, നേരെ ഉച്ചയായി, പാർവതി പറഞ്ഞു. ഇത്രയൊക്കെ നേരം അങ്ങനെ ഉറങ്ങിപ്പോയമ്മ, അവൻ പറഞ്ഞു. നേരത്തെ ഐശു വന്ന് നോക്കിയിരുന്നു, രണ്ടാളും ഉറക്കാണെന്ന് കണ്ടപ്പോൾ തിരികെ പോയി. അവർ പറഞ്ഞുകൊണ്ട് മിത്രയുടെ അടുത്തേക്ക് നടന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. ആ, പനി വിട്ടല്ലോ, പാറു ആശ്വാസത്തോടെ പറഞ്ഞു. ആ അമ്മ, ഇപ്പം അവൾ ഓക്കെയാ, അവനും പറഞ്ഞു. മോളെ മോളെ മിത്ര, എഴുന്നേറ്റേ, വല്ലതും കഴിക്കണ്ടേ? പാർവതി അവളെ തട്ടി വിളിച്ചു. മിത്ര കണ്ണുകൾ തുറന്നു. മുന്നിൽ തന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പാറുവിനെ കണ്ട് അവർക്കായി അവൾ ഒരു പുഞ്ചിരി മടക്കി നൽകി. എണീക്ക് മോളെ, കഞ്ഞി കുടിക്ക, വിശക്കുന്നില്ലേ? അവർ വാത്സല്യത്തോടെ ചോദിച്ചു. ദത്തേട്ടൻ, അവൾ സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ട് ശ്രീ, അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ എടുത്ത് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുത്തി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. കഞ്ഞി താമ്മ, ഞാൻ കൊടുക്ക, ശിവ പറഞ്ഞു. പാർവതി കഞ്ഞിയും അച്ചാറും അവൻ്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. ശിവ പതിയെ അവൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി. അവൾ ഇടയ്ക്കിടയ്ക്ക് മുഖം ചുളിക്കുന്നുണ്ട്. പക്ഷേ ശിവ അവളെ കണ്ണുരുട്ടി നോക്കുമ്പോൾ അവൾ വേഗം കഞ്ഞി വാങ്ങി കുടിക്കും. നാവിലവൻ അച്ചാറ് തേച്ച് കൊടുത്തപ്പോൾ അവൾ കണ്ണൊന്നടച്ചു. അത് കണ്ട് ശിവ അവളെ നോക്കി കണ്ണ് ചിമ്മി. കയ്പുണ്ടോ? അവൻ ചോദിച്ചു. വാ വല്ലാതെ കഴിക്കുന്നു, അവൾ പറഞ്ഞു. മാറിക്കോളൂട്ടോ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ മൂളി. മിത്രയ്ക്ക് കഞ്ഞി കൊടുക്കുന്നതിനിടയ്ക്ക് ശിവയ്ക്ക് നേരെ ഒരു കൈ നീണ്ടു വന്നു. ശിവ കൈയിലേക്കും പാറുവിൻ്റെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി. കഴിക്കുമോനെ, രാവിലെ തൊട്ട് പട്ടിണിയല്ലേ നീ? പാറു സ്നേഹത്തോടെ ചോദിച്ചു. ശിവ അവരുടെ കയ്യിൽ നിന്നും പുഞ്ചിരിയോടെ ചോറ് വാങ്ങി കഴിച്ചു. അവരെ രണ്ടുപേരെയും കണ്ണും വയ്ക്കാതെ നോക്കിയിരിക്കുന്നുണ്ട് മിത്ര. എനിക്കും തരോ? മിത്ര പാറുവിനോട് ചോദിച്ചു. ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണൊക്കെ വിടർത്തി ചോദിക്കുന്നുണ്ട് പെണ്ണ്. കറിയുണ്ട് മോളെ, മോൾക്ക് പറ്റുമോ? പാറു ചോദിച്ചു. സാരല്ല, ഒരു വായ മതി, അവൾ പറഞ്ഞു. പാറു ചിരിയോടെ അവൾക്കൊരു വായ ചോറ് വാരിക്കൊടുത്തു. സ്വന്തം അമ്മയുടെ കൈകൊണ്ട് ഇന്നോളം അതിനുള്ള ഭാഗ്യം കിട്ടാത്ത മിത്രയ്ക്ക് ആദ്യമായി ശിവയുടെ അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ ചോറുരുള. വാ ഒന്നാകെ കയ്പ് തോന്നിയെങ്കിലും അത്രയും സന്തോഷത്തോടെ അവൾ അത് വാങ്ങിക്കഴിച്ചു. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ഇനി വേണോ മോളെ? പാറു ചോദിച്ചു. മതി, അവൾ പറഞ്ഞു. അവർ പുഞ്ചിരിയോടെ തലയാട്ടി. ശിവ മിത്രയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഈ സമയം അത്രയും. അവൻ്റെ നോട്ടം കണ്ട് അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ ഒന്നുമില്ല എന്ന പോലെ അവളെ നോക്കി കണ്ണ് ചിമ്മി. അല്ല, പപ്പ എവിടെ അമ്മ? ശിവ ചോദിച്ചു. താഴുണ്ടടാ, നിന്നോട് എഴുന്നേറ്റെങ്കിൽ അങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു, പാറു പറഞ്ഞു. ഞാൻ വരാം, അവൻ സമ്മതിച്ചു. രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും പാർവതി പാത്രങ്ങളെല്ലാം എടുത്ത് താഴേക്ക് പോയി. ശിവ വാ കഴുകി മിത്രയുടെയും വാ കഴുകിച്ച് അവളെ ബാത്റൂമിൽ കൊണ്ടുപോയാക്കി. റൂമിൻ്റെ ഡോറടച്ച് അവൻ ബെഡിൽ വന്നിരുന്നു. മിത്ര ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഇപ്പം എങ്ങനെയുണ്ട് ശ്രീ, ക്ഷീണുണ്ടോ? അവൻ ചോദിച്ചു. മിത്ര അവൻ്റെ അരികിൽ വന്നിരുന്ന് അവൻ്റെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല ദത്തേട്ട എനിക്ക്, അവൾ പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു.
പിന്നെ ഇന്ന് വൈകുന്നേരം ഭദ്രയും വെച്ചു എത്തൂട്ടോ, അവൻ പറഞ്ഞു. ആണോ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. അവൻ രാവിലെ വിളിച്ചിരുന്നു, ശിവ പറഞ്ഞു. മിത്രയ്ക്ക് സന്തോഷമായി. ശിവ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ദത്തേട്ട ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. വെറുതെ, ഒറ്റ ദിവസം കൊണ്ട് നീ വല്ലാതെ ക്ഷീണിച്ചതുപോലെ, അവൻ പറഞ്ഞു. മിത്ര അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇന്നലെ അങ്ങനെയല്ലേ മഴ നനഞ്ഞ്? എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാ തല തോർത്തിയെ. പിന്നെ പനിക്കാതിരിക്കുവോ? അവൾ അവൻ്റെ കവിളിൽ കുറുമ്പോടെ കടിച്ചു. ശിവയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഒതുങ്ങിയിരിക്കുവെണ്ണേ, ദേഹം അനക്കണ്ട, അവൻ ചിരിയോടെ പറഞ്ഞു. എനിക്ക് ദേഹം അനക്കണം, മിത്ര ആർദ്രമായി പറഞ്ഞു. ശിവ അവളെ സംശയത്തോടെ നോക്കി. അവളുടെ കണ്ണുകളിൽ വശ്യമായ ഭാവം. അത് കണ്ട് ശിവയുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. ശ്രീ, അവൻ വിളിച്ചു. എനിക്കിപ്പോൾ വേണം, ആഗ്രഹം തോന്നുന്നു, അവൾ പറഞ്ഞു. ശിവ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ശ്രീ, നീ ഇതെന്തൊക്കെയാ? അവൻ അമ്പരന്നു. എനിക്ക് വേണം ദത്തേട്ടാ. അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. പനി കൂടും ശ്രീ, അവൻ്റെ സ്വരം വിറച്ചു. ഈ പനിച്ചൂട് പരസ്പരം പകർന്നു തരാൻ തോന്നുന്നു എനിക്ക്. അവളുടെ സ്വരത്തിലും അതേ വിറയൽ. ശിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. എടുത്തോട്ടെ ഞാൻ? അവൻ ചോദിച്ചു. അവൾ നാണത്തോടെ മൂളി. ശിവ അവൾ ബട്ടൺ അഴിച്ചു മാറ്റിയ ഷർട്ട് മുഴുവനായും തന്നിൽ നിന്നും അടർത്തി മാറ്റി. മിത്ര അവൻ്റെ മുഖമാകെ ചുംബിച്ചു. അവനെ ബെഡിലേക്ക് കിടത്തി അവൻ്റെ നെറ്റിയിൽ നിന്നും താഴേക്ക് നീങ്ങി അവളുടെ ചുണ്ടുകൾ അവൻ്റെ മൂക്കിലൊന്ന് അമർന്നുകൊണ്ട് താഴേക്ക് നീങ്ങി. ചുണ്ടും പല്ലും കൂട്ടി അവൻ്റെ മീശരോമം പതിയെ ഒന്ന് വലിച്ചു മിത്ര. ശിവയിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നു. എങ്കിലും അവൻ അവളെ തടഞ്ഞില്ല. അവൻ ആ പെണ്ണിനെ നോക്കിക്കിടന്നു. അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിനെ ബന്ധിച്ചുകൊണ്ട് അതിനെ നുണഞ്ഞു തുടങ്ങി. ശിവയുടെ കൈകൾ അവളിൽ അലഞ്ഞു തുടങ്ങി. ചുണ്ടിൽ നിന്നും നാവിലേക്ക് കടന്ന ചുംബനത്തിൽ അവളുടെ വായിലെ കയ്പ് അവൻ്റെ വായിലെ എരിവുമായി കലർന്നു. തലേന്ന് രാത്രിയിൽ അവളെ തളർത്തിയവനെ ഇന്ന് അവൾ തളർത്തുന്നു. അവൻ്റെ നെഞ്ചിലൂടെ അവളുടെ മുഖം ഇഴഞ്ഞുകൊണ്ട് അവൻ്റെ വയറിലും അവൾ ചുംബിച്ചു. അവിടെ നിന്നും താഴേക്ക് നീങ്ങുന്ന മുഖം ശിവ പകപ്പോടെ പിടിച്ചു വെച്ചു. ശ്രീ, അതേ പകപ്പോടെ അവൻ വിളിച്ചു. പക്ഷെ അവനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കിയവൾ അവനിലെ ആണിനെ ഉണർത്തുമ്പോൾ ശിവയിൽ നിന്നും മുരൾച്ച ഉയർന്നു. തന്നെ കൊണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം അവൻ മിത്രയെ തന്നിൽ നിന്നും തള്ളിമാറ്റി അവളുടെ ദേഹത്തേക്ക് അമർന്നു. ഒരു പൂവിൻ്റെ ഇതളുകൾ പൊഴിച്ചിടും പോലെ അവളുടെ വസ്ത്രങ്ങളൊന്നാകെ അവളിൽ നിന്നും അഴിഞ്ഞു വീഴുമ്പോൾ അവളുടെ നഗ്നമേനിയിൽ ശിവയുടെ ചുണ്ടുകളും പല്ലും മുദ്ര ചാർത്തി. മാറിലറിയുന്ന സുഖമുള്ള അനുഭൂതി. ഒരു പെണ്ണിനെ എങ്ങനെയെല്ലാം ഉണർത്താമോ ആ രീതിയിലെല്ലാം അവൻ ആ പെണ്ണുടലിൽ പ്രണയത്തിൻ്റെ പുതുഭാവങ്ങൾ പകർന്നു നൽകി. ഒടുവിൽ അവളിലേക്ക് ഒരു പേമാരിയായി അവൻ പടർന്നു കയറവേ അവളിലേക്ക് ചെറിയ പനിച്ചൂട് വീണ്ടും ഉയർന്നു തുടങ്ങിയിരുന്നു. കിതപ്പുകൾ നിറഞ്ഞ നിമിഷങ്ങൾക്കൊടുവിൽ ശിവ കിതച്ചുകൊണ്ട് അവളിലേക്ക് തളർന്നു വീണു. മിത്ര ചിരിയോടെ അവനെ വരിഞ്ഞു മുറുക്കി. പൊന്ന. കുറച്ചു നേരത്തിന് ശേഷം ശിവ വിളിച്ചു. അവൾ ക്ഷീണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പനി കൂടുവോടിനി? ആ ഫീലില് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അവൻ ഇളിയോടെ പറഞ്ഞു. പോതത്തേട്ടാ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അവൾ അവൻ്റെ നെഞ്ചിൽ കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ അറിയാ പനിക്കോ ഇല്ലയോന്ന്. ഈ ഒരു കാര്യത്തിൽ നിന്റെ ദത്തേട്ടന് തീരെ കൺട്രോളിലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് പതിയെ സ്നേഹിക്കാൻ പറ്റിയില്ല, ആക്രമണം കൂടിപ്പോയി, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ചീ, മിണ്ടാതെ കിടക്കു ദത്തേട്ടാ, അവൾ നാണത്തോടെ പറഞ്ഞു. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. നിനക്കും ഈ കാര്യത്തിൽ എൻ്റെ പോലെ കൺട്രോളില്ലാന്ന് തോന്നുന്നു കേട്ടോ ശ്രീ. ഇങ്ങനെ പോയാൽ നിന്റെ പഠിത്തമൊക്കെ കൊളാവൂട്ടോ. ഈ വയറിൽ ഞാനൊരു കുഞ്ഞുവവയെ തന്നുപോവും, അവൻ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ തലോടി. പിടച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്തു പിടിച്ചു. പതിയെ അവളുടെ മുഖം പിടിച്ചുയർത്തി ഏറെ ഇഷ്ടത്തോടെ അവൻ അവളുടെ ഉണ്ടക്കവിളിൽ ചുംബിക്കുമ്പോൾ മിത്ര കുറുകിക്കൊണ്ട് അവനിലേക്ക് ഒട്ടിച്ചേർന്ന് വന്നു. ദേ പെണ്ണെ, ഇനിയിപ്പോൾ വേണ്ടാട്ടോ, അവൾ ഒട്ടിക്കൊണ്ട് വരുന്നത് കണ്ട് അവൻ കുസൃതിയോടെ പറഞ്ഞു.
അയ്യേ ചിപ്പോ, ഞാൻ അതിനൊന്നുമല്ല. അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. ശിവ ചിരിച്ചുപോയി. അല്ല, ഇനി അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്നേ. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും നോക്കാം. അവൻ കണ്ണിറുക്കി. മിത്രയുടെ മുഖം ആ വാക്കുകളിൽ ചുവന്നുപോയി. എങ്കിലും അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ അടിച്ചു. അയ്യടാ, അങ്ങനെ ഇപ്പം നോക്കണ്ട, പോടാ റൗഡി. അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖമമർത്തി. ശിവ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. ഓ, ഇതൊരു നടക്ക് പോവില്ല. കുറുമ്പൊളിപ്പിച്ച ചിരിയോടെ ശിവ അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അങ്ങനെ തന്നെ ബെഡിലേക്ക് കിടത്തി അവളിലേക്ക് ചേർന്ന് വന്നു. മിത്രയുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു. തുടരും.